അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ അഖീദ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ്. 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മൾ മുന്നേയുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 3 നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയെക്കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. നമ്മുടെ നബി ഒരു പ്രവാചകനായത് 40ാമത്തെ വയസ്സിലാണ്. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. നബിയെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ നബിയുടെ പേര് എന്തായിരുന്നു? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ജനനം എവിടെയാണ്? നബി തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന ബീവി. നബി തങ്ങൾ നുബുവത്ത് ലഭിച്ച വയസ്സ് എത്രയാണ്? 40 വയസ്സായപ്പോഴാണ് നുബുവത്ത് ലഭിച്ചത്. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതിൽ നബിയെക്കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് നിറം കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ നിറം കൊടുക്കാൻ? എന്തൊക്കെയാണ് അവിടെ നിറം കൊടുക്കാൻ വന്നിട്ടുള്ളത്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതാണ് ആ ചെറുതായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. മുഹമ്മദുൻ എന്ന് കഴിഞ്ഞിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെ അബ്ദുള്ള. ആരായിരുന്നു അബ്ദുള്ള എന്ന് പറഞ്ഞത്? നബിയുടെ ഉപ്പയുടെ പേര്. ആമിന ബീവി. മൂന്നാമതായിട്ടുള്ളത് ആമിന ബീവിയാണ് നബിയുടെ ഉമ്മയുടെ പേര്. അടുത്തത് മക്ക. മക്കയെക്കുറിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? നബിയുടെ ജനന സ്ഥലം. പിന്നെ ഉള്ളത് മദീന. മദീനയിലോട്ടാണ് നബി ഹിജ്റ പോയത്. അവിടെയായിരുന്നു വഫാത്തും. അത്രയാണ് നമുക്ക് ആക്ടിവിറ്റി 1ലുള്ള നിറം കൊടുക്കാം എന്നുള്ള ഒരു വർക്ക്. അടുത്ത പേജെടുത്ത പേജ് നമ്പർ 9. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങുന്നത്. ഇതിന് മുന്നേ ഉള്ളത് കളർ കൊടുക്കുക എന്നുള്ളൊരു വർക്കായിരുന്നു. ആക്ടിവിറ്റി 1 യോജിച്ചതിനോട് ചേർക്കാം. അവിടെ 2 ബോക്സുകളുണ്ട്. ഒരു പിങ്ക് ബോക്സും ഒരു യെല്ലോ ബോക്സും. അതിൽ അലിഫ്, ബാ എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അലിഫിൽ നിന്ന് യോജിക്കുന്നത് ബായിലോട്ട് ചേർക്കാൻ. 40 വയസ്സായപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. നുബുവത്ത് കിട്ടി. ഏറ്റവും അവസാനത്തത് 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. അടുത്തത് മക്കയിൽ. മക്കയിൽ എന്താ നമ്മൾ പറഞ്ഞത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ഫസ്റ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മദീനയിൽ. മദീനയിൽ നബി തങ്ങൾ വഫാത്തായി. 2ാമത്തതിലോട്ട് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ആമിന ബീവി. ആമിന ബീവി നബിയുടെ ആരായിരുന്നു? അതെ, നബിയുടെ ഉമ്മ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അവസാനത്തത് അബ്ദുള്ള. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിയേ. അവിടെ ഒരു സോങ് ആണ്.
എല്ലാവർക്കും സോങ് ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മുടെ ആ ഒരു സോങ് നമുക്ക് കേട്ട് നോക്കാം. നമ്മുടെ നബിയവരാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. നമ്മുടെ നബിയവരാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. എല്ലാവരും പാട്ട് കേട്ടില്ലേ? നിങ്ങളും ഇതേപോലെ പാടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ അടുത്തതായിട്ട് ആക്ടിവിറ്റി 3 ഉത്തരം എഴുതാം. ഇനി നിങ്ങളോട് കുറച്ച് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ അല്ലേ? 1, 2, 3 ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്കുള്ളതാണ്. അവിടെ ഉത്തരം എഴുതാനുള്ള പ്ലേസും കൂടെ അവിടെ വിട്ടിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയത് എങ്ങോട്ടായിരുന്നു? മദീനയിലേക്ക് അല്ലേ? നമ്മുടെ ആ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടത്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് അല്ലേ ഹിജ്റ പോയത്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മദീനയിലേക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എവിടെയായിരുന്നു? മദീനയിൽ. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ ആര്? മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും പേര് വേണം അല്ലേ? മാതാവ് ആമിന ബീവി, പിതാവ് അബ്ദുള്ള. 2 പേരുടെയും പേര് അവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമായ നമ്മുടെ 3rd ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്.